ഞാൻ ഭരിക്കുന്ന രാജ്യത്ത് ഒരു പാവപ്പെട്ട പെണ്ണ് പ്രസവ ശുശ്രൂഷ ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ്. നീ അവളുടെ പേരെടുക്കണം, നീ പേറ്റിച്ചിയാകണം. ഒരു തിരി ഗോതമ്പെടുത്തോ, ഈത്തപ്പഴമെടുത്തോ, വസ്ത്രങ്ങളെടുത്തോ, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ വീട്ടിൽ കഴിയുന്ന ജീവിത പങ്കാളി, രാജ്ഞി എന്ന് വിളിക്കപ്പെടേണ്ട സ്ഥാനത്തിരിക്കുന്ന പെൺകുട്ടി ഒരു പാവപ്പെട്ട പെണ്ണിന്റെ പ്രസവം എടുക്കാൻ പോയ സംഭവം ലോക ചരിത്രത്തിൽ ഒരിക്കലേ ഉണ്ടായിട്ടുള്ളൂ. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയായ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ മാത്രമാണ്. രണ്ടാളും കൂടി അങ്ങോട്ട് കടന്നു വന്നു. പുതിയാപ്പിളയും പുതിയണ്ണും പേരെടുക്കാനേ. ജനാധിപത്യവും സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ ഉണ്ടല്ലോ അന്നത്തെ ലോകത്ത്. ഭരണാധികാരി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അനുയായികളെ കയ്യിൽ വേലി കെട്ടുന്ന സോഷ്യലിസ ലോകത്ത് നിന്ന് എല്ലായിടത്തുള്ളൂ. ഇതുണ്ടോ? ഭരണാധികാരിയുടെ ഭാര്യ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ പ്രസവ ശുശ്രൂഷയ്ക്ക് വരുന്ന ഒരവസ്ഥാവിശേഷം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട് വീട്ടിലേക്ക് നിന്നില്ല, പുറത്തു നിന്നു. മര്യാദ പ്രകാരം സലാം ചൊല്ലി. അപ്പോഴേക്ക് ഇയാൾക്ക് അത്ഭുതമായി, ആരായി വന്നത്? ഇയാൾ നേരത്തെ വന്നിട്ട് ഇവിടെ നിന്ന് ചോദിച്ചറിഞ്ഞു പോയി. ഇപ്പം പ്രസവ ശുശ്രൂഷ എടുക്കാൻ ഭാര്യയെ കൊണ്ടുവന്നിരിക്കും. ഭാര്യ നേരെ അകത്ത് പോയിട്ട് ആ പാവപ്പെട്ട പെണ്ണിൻ്റെ പ്രസവ ശുശ്രൂഷ ചെയ്യുന്നു. പ്രസവം നടന്ന പാടെ അകത്ത് നിന്ന് വിളിച്ചു പറയുന്നു, യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, നിങ്ങളുടെ സ്നേഹിതന് സന്തോഷ വാർത്ത അറിയിക്കുക, അദ്ദേഹത്തിന് ഒരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ഇത് കേട്ടപാടെ ഈ വീട്ടുകാരൻ ഞെട്ടിത്തെറിച്ചു. അമീറുൽ മുഅ്മിനീനോ? ഈ നിൽക്കുന്ന മനുഷ്യനോ? ഇതാണോ പേർഷ്യൻ കൊട്ടാരത്തെ വറകൊള്ളിച്ച ഉമർ? ഇതാണോ റോമാ സാമ്രാജ്യത്തിന്റെ സിംഹാസനം പിടിച്ചു കുലുക്കിയ ഉമർ? ആ ഉമറാണോ ഈ പാവപ്പെട്ടവന്റെ ഭാര്യയുടെ പേരെടുക്കാൻ വന്നത്? അല്ലാഹുവേ, നിന്റെ ദീനിന്റെ നീതി അത്ഭുതകരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ആ സഹോദരൻ. 3 പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയ ഉമറിനെ താൻ ഭരിക്കുന്ന രാജ്യത്തിലെ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ പേരെടുക്കാൻ സ്വന്തം ഭാര്യയെ പറഞ്ഞയച്ചതാരാണ്? ലൈലത്തുൽ ഖദറിൽ ഇറങ്ങിയ പരിശുദ്ധ ഖുർആൻ. ഖുർആനായി ഉമറിന്റെ ഉള്ളിൽ ഈ മാറ്റം ഉണ്ടാക്കിയത്. ആ മാറ്റത്തിന് ഇങ്ങനെ ചക്രം തിരിച്ചു കൊടുക്കാൻ ഒരു പൂനിലാവിന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അതാണ് ഖുർആന്റെ സ്ഥിതി. ആ ഖുർആൻ ലൈലത്തുൽ ഖദറിൽ അവതീർണമാവുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഓതി കേൾപ്പിക്കുന്നു, ഇഖ്റ, വായിക്കുക, റീഡ്. ഇംഗ്ലീഷുകാരൻ ആ വാക്ക് കേട്ടിട്ട് ഞെട്ടിയിട്ടുണ്ട്. വായിക്കുക. ആരോടാ പറയണത്? സാക്ഷരത ഇല്ലാത്തവനോട് വായിക്കാൻ പറഞ്ഞ അത്ഭുതം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടാവോ? പ്രവാചക തിരുമേനി അക്ഷരം പഠിക്കാത്ത പ്രവാചകനാണെന്ന് ഖുർആൻ പറയുന്നു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹുവാണ് നിരക്ഷരർക്കിടയിൽ നിന്ന് നിരക്ഷരനായ ഒരു പ്രവാചകനെ നിയോഗിച്ചത്. ഖുർആൻ പറയുന്നു റസൂൽ നിരക്ഷരനാണ്. പക്ഷെ ലോക ചരിത്രം കൂടി അംഗീകരിക്കേണ്ട റസൂൽ നിരക്ഷരനാണ്. ലോക ചരിത്രം പറയുന്നു റസൂൽ നിരക്ഷരനാണ്. പ്രൊഫസർ ആർണൾഡ് ജോസഫ് ടോയൻബി ലോക പ്രശസ്ത ചരിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ 10 വാള്യങ്ങൾ വരുന്ന പുസ്തകമുണ്ട്, ദി സ്റ്റഡി ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ പഠനം. അല്ലാത്ത പുസ്തകമാണ്. മനുഷ്യ സംസ്കാരങ്ങളെ 10-21 സംസ്കാരങ്ങളെ പഠിച്ചിട്ട് വിലയിരുത്തുന്ന ഒരു ഗംഭീരമായ പഠനം, ദി സ്റ്റഡി ഓഫ് ഹിസ്റ്ററി. ആ പുസ്തകത്തിൽ ടോയൻബി പരിശുദ്ധ പ്രവാചകനെ വിളിക്കുന്ന പേരെന്താണെന്നറിയുമോ എൻ്റെ യുവ സഹോദരങ്ങളെ? ദി ഇല്ലിറ്ററേറ്റ് പ്രൊഫറ്റ് ഓഫ് അറേബ്യ, അറേബ്യയിലെ നിരക്ഷരനായ പ്രവാചകൻ. ഞാൻ സൂചിപ്പിക്കുന്നത് ഖുർആൻ പറഞ്ഞ സത്യം ലോക ചരിത്രവും അംഗീകരിച്ചു. അക്ഷരം പഠിച്ചിട്ടില്ല, അക്ഷരം പഠിക്കാത്ത പ്രവാചകൻ സാക്ഷരതക്ക് കാരണമായി. അതെങ്ങനെ നിങ്ങളറിയോ? അത് ഈ ഖുർആനാണ്. അത് മാത്രവുമല്ല, ലോകത്ത് ആദ്യത്തെ സാക്ഷരതാ പ്രസ്ഥാനം ഉണ്ടായത് മദീനയിലാണ്. യുദ്ധത്തടവുകാരെ മോചിപ്പിക്കേണ്ട സമയമായി. യുദ്ധത്തടവുകാരെ മോചിപ്പിക്കണമെങ്കിൽ എന്തു വേണം? തോറ്റോടിയ രാജാവിൻ്റെ മകളെ എൻ്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചാൽ ഞാൻ എല്ലാ തടവുകാരെയും മോചിപ്പിക്കാമെന്ന് പറഞ്ഞവർ ലോകത്തുണ്ട്. തോറ്റോടിയ രാജാവിൻ്റെ പത്നിയെ ഇന്ന് വൈകിട്ട് എൻ്റെ കൊട്ടാരത്തിലേക്ക് വിടടാ, സകല പുള്ളികളെയും ഞാൻ നാളെ മോചിപ്പിക്കാമടാ എന്ന് പറഞ്ഞ ഏകാധിപതികളുണ്ട്. പൊന്നു താടാ എന്ന് പറഞ്ഞവരുണ്ട്, പെണ്ണ് താടാ എന്ന് പറഞ്ഞവരുണ്ട്, പണം താടാ എന്ന് പറഞ്ഞവരുണ്ട്.
എന്നാൽ മദീനയിലെ യുദ്ധത്തടവുകാരെ നോക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്, മദീനയിലെ അക്ഷരം പഠിക്കാത്ത 10 നിരക്ഷരന്മാരെ നിങ്ങൾ അക്ഷരം പഠിപ്പിച്ച് സാക്ഷരരാക്കുമെങ്കിൽ നിങ്ങളെ ഞാൻ മോചിപ്പിക്കാം. ലോക ചരിത്രത്തിൽ ഒരിക്കലേ ഉണ്ടായിട്ടുള്ളൂ അക്ഷരം പഠിപ്പിക്കാമെന്ന കണ്ടീഷനിൽ യുദ്ധത്തടവുകാരെ മോചിപ്പിച്ചത്. ഇതൊന്നും സമുദായത്തിന് അറിയില്ല. അതുകൊണ്ട് സമുദായം സാക്ഷരത വന്നപ്പോൾ അങ്ങനെ മേപ്പിട്ട് നോക്കി. ഇത് എവിടുന്നാണ് ഉണ്ടായത്? സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ കഥയാണ് ഈ പറയണത്. യുദ്ധത്തടവുകാരെ മോചിപ്പിക്കണമോ? എന്റെ നാട്ടിലെ 10 പേരെ അക്ഷരം പഠിപ്പിക്കണം. പൊന്നും വേണ്ട പൊന്നും വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ ലോകം മുഴുവൻ കേൾക്കെ ഗർജിച്ചു. ആ റസൂലിനേക്കാൾ അക്ഷരത്തെ സ്നേഹിച്ച ഒരു ലോക നേതാവിനെ നിങ്ങളൊന്ന് പറഞ്ഞുതരോ എനിക്ക്? യുദ്ധത്തടവുകാരെ മോചിപ്പിക്കണമെങ്കിൽ അക്ഷരം പഠിപ്പിക്കണമെന്ന് പറഞ്ഞ ഒരു മഹാനായ ലോക നേതാവിനേക്കാൾ ആരാണ് അക്ഷരത്തെ സ്നേഹിച്ചത്? പക്ഷേ സ്വയം അക്ഷരാഭ്യാസം സിദ്ധിക്കാത്ത പ്രവാചക തിരുമേനിയോടാണ് ജിബ്രീൽ വന്നുകൊണ്ട് പറയുന്നു, വായിക്കുക. ഗുഹയിലത് മുഴങ്ങി. വായിക്കണം. ആരാ വായിക്കേണ്ടത്? അക്ഷരം പഠിക്കാത്ത ആളോ? ഉടൻ തന്നെ പ്രവാചകൻ പറഞ്ഞു, അമാ അന ബിഖാരിഇൻ, ഞാൻ വായിക്കാൻ അറിയുന്ന ആളല്ലല്ലോ, എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ. ജിബ്രീൽ ആ ശരീരം കൂട്ടിപ്പിടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു, ഇഖ്റ, വായിക്കുക, റീഡ്. മഹാനായ മുഹമ്മദ് അസദ് പരിശുദ്ധ ഖുർആന്റെ ഈ മനോഹരമായ സൂക്തങ്ങൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് എന്തൊരു രസമാണ്. അറബിയിൽ ഇങ്ങനെ ഓതുകയും ഇംഗ്ലീഷിൽ ഇതിൻ്റെ ഉച്ചാരണം കൂടി കേൾക്കുമ്പോൾ മുഹമ്മദ് അസദ് ആദ്യ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹമാണത് പരിഭാഷപ്പെടുത്തുന്നത്. റീഡ്, വായിക്കുക. റസൂൽ പിന്നെയും പറയുന്നു, ഐ ആം നോട്ട് എ റീഡർ, ഞാനൊരു വായിക്കാൻ അറിയുന്ന ആളല്ല. നിങ്ങളെന്നെ വായിപ്പിക്കാൻ പറഞ്ഞിട്ട് എന്ത് കാര്യം? എനിക്കറിയില്ലല്ലോ. ആ പുണ്യമാക്കപ്പെട്ട ശരീരം പിടിച്ചമർത്തിക്കൊണ്ട് ജിബ്രീൽ പറയുന്നു, വായിക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വായിക്കുക, നിന്റെ നാഥന്റെ നാമധേയത്തിൽ വായിക്കുക. റീഡ് ഇൻ ദി നെയിം ഓഫ് ദൈ ലോർഡ്, നിന്റെ നാഥന്റെ നാമധേയത്തിൽ വായിക്കുക. ആദ്യത്തെ വഹയിന്റെ പ്രതിധ്വനി ഹിറാ ഗുഹയുടെ ചുമരുകളിൽ തട്ടി വിളങ്ങി. ലൈലത്തുൽ ഖദറിന്റെ രാവാണ്. ഖദീജ ബീവി കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട ഭർത്താവിനെ. ഖദീജ ബീവി അറിയുന്നുണ്ടോ ഭർത്താവിനെ ലോക നേതാവാക്കാൻ അള്ളാഹു തീരുമാനിക്കുകയാണ്. വെളിച്ചം ഊതിക്കെടുത്താൻ വരുന്നവർക്ക് മുമ്പിൽ ദീപം കത്തിച്ചു വെക്കാൻ തീരുമാനിക്കുകയാണ്. ഇരുട്ടിൻ്റെ കോട്ടക്കൊത്തളങ്ങളെ ജയിച്ചടക്കാൻ തീരുമാനിക്കുകയാണ്. വിളക്കഥ കൊളുത്തി വെക്കുകയാണ്. തൗഹീദിന്റെ പ്രകാശം പരത്തുകയാണ്. ഏകനായ റബ്ബിനെ ആരാധിക്കാൻ, അവനോട് മാത്രം ചോദിക്കാൻ, അവനെ മാത്രം വണങ്ങാൻ, അവനെ മാത്രം വഴങ്ങാൻ, അതാ പ്രഖ്യാപിക്കാൻ ഒടുക്കത്തെ വിപ്ലവം, അന്ത്യസമാനിലെ വിപ്ലവം, ആഖിർ സമാനിലെ വിപ്ലവം, പരിവർത്തനത്തിന്റെ പടപ്പാട്ട് അതാ പാടാൻ പോകുന്നു. വിപ്ലവത്തിന്റെ തീപ്പന്തം അതാ കത്താൻ പോകുന്നു. അതുമാത്രമല്ല, പരിവർത്തനത്തിന്റെ മുഴുവൻ സത്തയും അതാ ലോകത്തേക്ക് വരാൻ പോവുകയാണ്. ഖദീജ ബീവി പാവം വീട്ടിലിരിക്കുമ്പോൾ ഭർത്താവ് ലോക പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടുകയാണ്. വായിക്കുക. എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ. സൃഷ്ടിച്ച നാഥന്റെ നാമധേയത്തിൽ വായിക്കുക. ശരീരം കൂട്ടിപ്പിടിച്ചമർത്തി. റീഡ് ഇൻ ദി നെയിം ഓഫ് ദൈ ലോർഡ് ഹു ക്രിയേറ്റഡ്, സൃഷ്ടിച്ച നാഥന്റെ നാമധേയത്തിൽ വായിക്കുക. അവനാണ് പടച്ചത്. എങ്ങനെ പടച്ചു? ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലഖിൽ നിന്നവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. ഹു ക്രിയേറ്റഡ് ദി മാൻ ഫ്രം എ ക്ലോട്ട് ഓഫ് ബ്ലഡ്. മുഹമ്മദ് അസദിന്റെ വാക്കുകൾക്ക് മരണമില്ല. കാരണം അത് പരിശുദ്ധ ഖുർആന്റെ പരിഭാഷയാണ്. Who created man from a clot of blood. ഒരു രക്തപിണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ പടച്ചവന്റെ നാമധേയത്തിൽ വായിക്കുക, വായിക്കുക. അപ്പോഴേക്ക് ആ ശരീരം കൂട്ടിപ്പിടിച്ചമർത്തിക്കൊണ്ട് ജിബ്രീൽ അങ്ങ് ഓതാൻ തുടങ്ങി. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലഖ്, അലക്കിൽ നിന്ന് പടച്ചവൻ. അലക്കിന്റെ അർത്ഥം എന്താ? ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ലോകം അവൻ തെണ്ടി കടന്നു അലക്കിന്റെ അർത്ഥം കണ്ടെത്താൻ. എല്ലാ അറബ് രാഷ്ട്രങ്ങളും അർത്ഥം കണ്ടെത്തി. ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന മാംസപിണ്ഡം എന്നാണ് അർത്ഥം. ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന മാംസപിണ്ഡം. മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിച്ച വൈദ്യശാസ്ത്രജ്ഞന്മാർ പറയണോ, ശരീരത്തിന്റെ ധർമ്മം എന്ത് അകത്ത് കടന്നാലും പുറത്താക്കലാണ്. ശരിയാണ്. ഭക്ഷണം കഴിച്ചാൽ വിസർജിക്കും, വായു ശ്വസിച്ചാൽ പുറത്തേക്ക് ഉച്ഛ്വസിക്കും,
പിന്നെ എന്താ ഈ തള്ളയുടെ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന കുട്ടിയെ തള്ളയുടെ ശരീരം പുറത്താക്കാത്തത്? പുറത്താക്കണമല്ലോ. അതും പുറത്തുനിന്ന് വന്നൊരു ഏജൻസിയാണ്, ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ്, അകത്തുള്ളതല്ല. തള്ളയുടെ ശരീരത്തിന്റെ ഭാഗമൊന്നുമല്ല കുട്ടി, വേറൊരു പൗരനാണ്. എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല? അപ്പോൾ മെഡിക്കൽ സയൻസ് പറയുന്നു പുറത്താക്കാൻ നോക്കാഞ്ഞിട്ടല്ല. പുറത്താക്കാൻ നോക്കുമ്പോൾ ഈ മാംസപിണ്ഡം ഗർഭാശയത്തിന്റെ ഭിത്തികളോട് ഒട്ടിപ്പിടിച്ചങ്ങ് അള്ളിപ്പിടിക്കുകയാണ്. തള്ളയുടെ ശരീരം അതിനെ പുറത്താക്കാൻ നോക്കുന്നുണ്ട്. അത് ശരീരത്തിന്റെ സ്വഭാവമാണ്. അകത്ത് കടന്ന ഭക്ഷണത്തെ പുറത്തേക്ക് തള്ളും, അകത്ത് കടന്ന ശ്വാസത്തെ പുറത്തേക്ക് തള്ളും, അകത്ത് ജനിക്കുന്ന കുട്ടിയെയും തള്ളാൻ നോക്കുന്നുണ്ട്. പക്ഷേ തള്ളാൻ നോക്കുമ്പോഴേക്ക് ഈ കുട്ടിയുടെ ഭ്രൂണം എംബ്രിയോ അത് തള്ളയുടെ ശരീരത്തോട് ഒട്ടിപ്പിടിക്കാനുള്ള സ്വഭാവം അതിനുണ്ട്. 14 മുമ്പ് ജിബ്രീൽ ഹിറാ ഗുഹയിൽ വന്ന് ഓതി കേൾപ്പിക്കുന്നു, പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ പുറത്തു പോകാതെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന മാംസപിണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ പടച്ചവന്റെ നാമത്തിൽ വായിക്കുക. അതെവിടുന്ന അള്ളാഹുവിൻ്റെ റസൂലിനെ വിവരമൊക്കെ ഉണ്ടായത്? ഓപ്പറേഷൻ നടത്തിയിട്ടാ? മെഡിക്കൽ കോളേജിൽ പോയിട്ടാ? കത്തി കീറിയിട്ട് പെണ്ണിൻ്റെ ശരീരം കീറി നോക്കിയിട്ട് അലക്കെന്താ നോക്കിയിട്ടാ? ഇതുപോലെ ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണെന്നറിയാൻ ഇനി എന്താ തെളിവ് വേണ്ടത്? 14 മുമ്പ് മെഡിക്കൽ സയൻസ് വളർന്നിട്ടില്ല, മെഡിക്കൽ കോളേജുകളില്ല, ശസ്ത്രക്രിയകൾ ഓപ്പറേഷനുകൾ വികാസം പ്രാപിച്ചിട്ടില്ല. അന്നാണ് അക്ഷരം പഠിക്കാത്ത ഒരു പ്രവാചകൻ ലോകത്തോട് പറയുന്നു, തള്ളയുടെ ശരീരം പുറത്താക്കാൻ നോക്കുമ്പോൾ പുറത്തു പോകാതെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന മാംസപിണ്ഡത്തിൽ നിന്ന് നിന്നെ പടച്ചവന്റെ നാമധേയത്തിൽ വായിക്കുക. അലക്. ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ അലക്കിന്റെ അർത്ഥം കണ്ടെത്തി. അടുത്ത കൊല്ലമാണ്. ഉടൻ തന്നെ ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അപ്പൊ ഖുർആന്റെ വിപ്ലവം ഇന്നും തുടരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? 20-ാം നൂറ്റാണ്ടിലും ഖുർആനിക വിപ്ലവം മുന്നോട്ട് അത് മുന്നോട്ടേ പോയിക്കൊണ്ടിരിക്കുന്നു. ആ അലക്കിന്റെ ഓതി കേൾപ്പിച്ച ആയത്ത് അലക്കിന്റെ മാത്രം കഥയല്ല. തേങ്ങയുടെ കാര്യം ആലോചിച്ച് നോക്കൂ. തേങ്ങ, എവിടെയോ വീണ തേങ്ങ, പുഴയിലൂടെ ഒലിച്ചുപോയ തേങ്ങ, എവിടെയോ കരക്കണഞ്ഞ തേങ്ങ, വെള്ളം വലിച്ചെടുക്കും, വെള്ളം കുടിക്കുമ്പോൾ തേങ്ങ മെല്ലെ മെല്ലെ ചീർക്കുന്നു. തേങ്ങ ഗർഭം ധരിക്കുകയാണ്. തേങ്ങക്കകത്ത് പിന്നെ മുള പൊട്ടണം. തേങ്ങ മുള പൊട്ടുന്നു. ആ മുള പൊട്ടിയ തേങ്ങ മെല്ലെ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടാൽ, തയ്യ് കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ അത് മെല്ലെ ഒരു തെങ്ങിൻ തയ്യായി. ഓല വരാൻ തുടങ്ങി. ആദ്യം പൊങ്ങിൽ നിന്നാണ് ആഹാരം. തെങ്ങിൻ്റെ ആ പൊങ്ങ് കഴിക്കാൻ എന്ത് രസമാണ്! എന്താ കാരണം എന്നറിയോ? തെങ്ങിൻ്റെ ചെടിക്ക് കഴിക്കാനുള്ള മനോഹരമായ ആഹാരങ്ങൾ അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആര്? അതിനെ സൃഷ്ടിച്ചവൻ. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലക്കിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവൻ. തേങ്ങയിൽ നിന്ന് തെങ്ങിനെ പടച്ചവൻ. പയറുമണിയിൽ നിന്ന് പയറുചെടിയെ പടച്ചവൻ. ആ തമ്പുരാൻ മത്സ്യക്കുഞ്ഞിൻ്റെ മുട്ടയിൽ നിന്ന് മത്സ്യങ്ങളെ പടച്ചവൻ. 1000-100 കിലോമീറ്റർ അപ്പുറത്തേക്ക് ശക്തിയുള്ള ടോർച്ച് അടിച്ചു പിടിച്ച പോലെ പ്രകാശിക്കുന്ന കണ്ണുള്ള മീനുണ്ട് കടലിൽ എന്ന് പറയപ്പെടുന്നു. ആ കണ്ണൊന്ന് മീൻ തുറന്നാൽ ചുറ്റുവട്ടത്തും വലിയ വെളിച്ചമായി കപ്പൽ വരികയാണെന്നോ എന്ന് തോന്നിപ്പോകും. ആരാണ് ഈ മീനിൻ്റെ കണ്ണിന് ഡൈനാമോ ചാർജ് ചെയ്ത് കൊടുത്തത്? ആരാണ് മിന്നാമിനിങ്ങിന് വെളിച്ചം പകർന്നു കൊടുത്തത്? ലൈലത്തുൽ ഖദറിൽ നിന്റെ മഹത്വം ഉയർത്തപ്പെടട്ടെ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അവന്റെ റസൂലിനെ അറിയിക്കുന്നു, ഖലഖൽ ഇൻസാന മിൻ അലഖ്. വഹിയിന്റെ അനുഭവം കഴിഞ്ഞു. പേടിച്ചരണ്ട പ്രവാചകൻ വീട്ടിലേക്ക് ഓടിയൊളിക്കുന്നു. ആദ്യം കാണുന്നു തന്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവി അതാ ഓടിയണയുന്നു. ഖദീജയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഖദീജ സമ്മിലൂനി സമ്മിലൂനി സമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂടൂ ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടൂ ഖദീജ. ഒരനുഭവം ഉണ്ടായി ഖദീജ. ഞാനൊരു രൂപം കണ്ടു ഖദീജ, ഭയപ്പെടുത്തുന്ന രൂപം. അതെന്റെ നേരെ പറന്നു വന്നു. അതെന്നോട് എന്തൊക്കെയോ ഓതി കേൾപ്പിച്ചു. മഹദിയായ ഖദീജ ബീവി എത്രയെത്ര ഭാഗ്യവതിയാണ്. ലോകത്തെ ആദ്യത്തെ മൂമിനത്താകാൻ, ഒടുക്കത്തെ പ്രവാചകന്റെ ആദ്യത്തെ മൂമിനത്താകാൻ ഭാഗ്യമുണ്ടായത് ഈ പെൺതരുണി മണിക്കാണ്, ഖദീജ ബീവിക്കാണ്. ഖദീജ ബീവി വന്ന് പറയേണ്ട താമസം. ആണുങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആദ്യം വിശ്വസിച്ച ആള് സിദ്ദീഖുൽ അക്ബറാണ്. പക്ഷെ അതിന് മുമ്പ് പെണ്ണുങ്ങൾ മാർക്ക് കൊണ്ടുപോയി. സിദ്ദീഖിനെ കാണണമെങ്കിൽ റസൂല് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ടേ, എന്നിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ. അതിനു മുമ്പ് വീട്ടിൽ വന്ന പാടെ ഭാര്യ വിശ്വസിച്ച് പോയി. 1ാം നമ്പർ ഫസ്റ്റ് ക്ലാസ് സർട്ടിഫിക്കറ്റ് പെൺവർഗം കൊണ്ടുപോയി. ഇന്നത്തെ പെൺവർഗമല്ല, ലോകത്തെ മഹാൻ മഹദീ മണികളുടെ സ്ത്രീവർഗം.
ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് ഖദീജ ബീവിൻ്റെയും ഫാത്തിമ ബീവിൻ്റെയും പേര് പറയാനൊന്നും യാതൊരു അവകാശമില്ല. ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു സ്പ്രേ കുപ്പിയായാൽ ജീവിതമായി എന്ന് വിശ്വസിച്ചിട്ട് എന്ത് പൊങ്ങച്ചവും കാട്ടുന്ന മാപ്പിള പെണ്ണുങ്ങളെ പറ്റി എന്ത് മതിപ്പാ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടത്? ഇന്ന് ഈ മാപ്പിള സമുദായം തകരാനുണ്ടായ കാരണം എനിക്ക് സമയമില്ല. സമയമുണ്ടെങ്കിൽ ഞാൻ പറയായിരുന്നു. ആണുങ്ങളെ പങ്ക് 25% 75% പെണ്ണുങ്ങളുടെ പങ്ക് എന്ന് ഞാൻ പറയും. അത് വല്ല ചെറുപ്പക്കാരും റിസർച്ച് നടത്താൻ പറ്റുമെങ്കിൽ നല്ലൊരു വിഷയമാണ്. കുറച്ച് കാലമായിട്ട് മാപ്പിള പെണ്ണുങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള സാമൂഹിക മാറ്റം, വല്ല യൂണിവേഴ്സിറ്റിയിലും പോയിട്ട് റിസർച്ച് നടത്തിയാൽ ഒരു PhD കിട്ടും, ഒരു ഡോക്ടറേറ്റ്. കുറച്ച് കാലമായിട്ട് പെണ്ണുങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം, ക്രൈസ്തവ പെണ്ണുങ്ങൾക്ക് ഉണ്ടായ മാറ്റത്തെ പറ്റി ദക്ഷിണ കേരളത്തിൽ ഒരു ചെറുപ്പക്കാരൻ റിസർച്ച് നടത്തിയിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അയാൾക്ക് ഡോക്ടറേറ്റും കിട്ടിയിട്ടുണ്ട്. മുസ്ലിം പെണ്ണുങ്ങളെ പറ്റി ആരെങ്കിലും പഠിക്കാൻ വരികയാണെങ്കിൽ നല്ല കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ പുറത്തുകൊണ്ടുവരാൻ സാധിക്കും. ബാക്കിയൊന്നും പറയണ്ട. ചില കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന സ്ഥിതി, ഗൾഫ് കുടുംബങ്ങളിൽ നടക്കുന്ന സ്ഥിതി, ആണുങ്ങൾ ഗൾഫിലായ വീടുകളിലെ പെണ്ണുങ്ങളുടെ ദുഷിച്ച ആചാരങ്ങൾ, കണ്ടമാനമുള്ള നിയന്ത്രണം വിട്ട പെരുമാറ്റങ്ങൾ, അവരുടെ സ്വഭാവ ചര്യകൾ, അവരുടെ ഗർഭത്തിലും അവരുടെ മാരടത്തിലും അവരുടെ മടിയിലും പറക്കുന്ന മക്കൾ നേരെയാവുമോ? പെണ്ണ് നേരായിട്ട് വേണ്ടേ മക്കൾ നേരെയാവാൻ? മക്കൾ നേരായിട്ട് വേണ്ടേ കുടുംബം നേരെയാവാൻ? അതുകൊണ്ട് നിങ്ങൾക്ക് കുടുംബം നന്നാക്കണമെന്നുണ്ടോ, സമൂഹം നന്നാക്കണമെന്നുണ്ടോ, ആദ്യം പോയിട്ട് പെണ്ണിനെ നന്നാക്കുക. പെണ്ണ് നന്നായാലേ നാട് നന്നാവും. പെണ്ണിൻ്റെ കയ്യിലാണ് എല്ലാം കിടക്കണം. ഒരാണ് വിചാരിച്ചാൽ ഒരാണേ നേരെയാവുള്ളൂ. ഒരു പെണ്ണ് വിചാരിച്ചാൽ ഒരു നാട് നന്നാക്കാം, ഒരു സമൂഹം നന്നാക്കാം. വീട്ടിലിങ്ങനെ കിടക്കല്ലേ സിനിമാ മാസിക. ആണുങ്ങളല്ല അതിൻ്റെ ഒന്നും വായനക്കാർ. ഏറ്റവും കൂടുതൽ ഇന്ന് വായിക്കുന്നത് പെണ്ണുങ്ങളാണ്. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ കൊണ്ടാണ് കേരളത്തിലെ മാപ്രസിദ്ധീകരണം നിലനിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നുമോ? എന്നാൽ എഴുതി വെച്ചോളി. ഏറ്റവും കൂടുതൽ മാപ്രസിദ്ധീകരണത്തിൻ്റെ വായനക്കാർ കേരളത്തിൽ സ്ത്രീകളാണ്. അതിൽ നല്ല ഒരു ശതമാനം മാപ്പിള സ്ത്രീകളാണ്. പറയാൻ ലജ്ജ ഉണ്ടെങ്കിലും ഞാൻ സത്യം തുറന്നു പറയുന്ന ആളായതുകൊണ്ട് പറയാണ്. ഇന്ത്യയിൽ പുതിയ സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ വേശ്യകൾ മുസ്ലിം സമുദായത്തിലാണ്. അറിഞ്ഞിരുന്നോളി, സെൻസസാണ്, പുതിയ ജനസംഖ്യാ കണക്ക് പ്രകാരം. എന്താ അതൊക്കെ സംഭവിച്ചത്? അതാ പറയണത്, അത് പറയണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖദീജ ബീവിയെ ഓർക്കുക. സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്റാ റളിയല്ലാഹു തആല അൻഹാ ഖദീജ ബീവിയുടെ അടുക്കലേക്കാണ് ഓടി വന്നിട്ട് പറയുന്നത്, എൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ ഒരു മലക്ക് വന്നു. ഉടൻ തന്നെ ഖദീജ പറഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടായോ? ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കുണ്ടായ അനുഭവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അള്ളാഹു നിങ്ങളെ കൈയൊഴിക്കൂല. നിങ്ങൾ അതിഥികളെ സൽക്കരിക്കുന്നവനാണ്, നിങ്ങൾ കുടുംബ ബന്ധം നിലനിർത്തുന്നവനാണ്, നിങ്ങൾ അനാഥകളെ സംരക്ഷിക്കുന്നവനാണ്. ഹബീബേ, അങ്ങയെ അള്ളാഹു കൈയൊഴിക്കുകയില്ല. ഖദീജ ബീവി പുതപ്പിട്ട് കൊടുക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പുതപ്പിച്ച് കിടത്തുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അത്ഭുതങ്ങൾ, അത് ഏറ്റവും വലിയ അത്ഭുതം ഖുർആനാണ്. ലൈലത്തുൽ ഖദറിൽ അവതീർണമായ ഖുർആൻ അവതരണം ആരംഭിച്ച ഖുർആൻ. വേറെയും അത്ഭുതങ്ങൾ പലത് കാട്ടി പ്രവാചകൻ. പക്ഷേ മുഅ്ജിസത്ത്, ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഈ പരിശുദ്ധ ഖുർആൻ. അബൂ ഖുബൈസ് മലക്ക് മീതെ കയറി നിന്നുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ അവിടുത്തെ ചൂണ്ടാണി വിരലങ്ങ് മേലോട്ട് ചുരുട്ടിക്കൊണ്ട് പറഞ്ഞത്, കമറിൻ്റെ നേരെ. കമറിനെ ഞാൻ പിളർത്തി കാണിക്കാം. ചന്ദ്രൻ പിളരുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബായ നബി കയ്യിൻ്റെ വിരലങ്ങ് ചൂണ്ടിക്കാട്ടിയപ്പോൾ ചന്ദ്രൻ 2 പിളർപ്പായി മാറി നിന്നു. അബൂ ഖുബൈസ് മലക്ക് മീതയതാ ചന്ദ്രൻ 2 പിളർപ്പായി മാറി നിന്നു. നിങ്ങളും ഞാനും കാണുന്ന ഇതേ അമ്പിളി, ഇതേ ചന്ദ്രൻ, ശവ്വാലിന് തിളങ്ങുന്ന ചന്ദ്രൻ, റമദാനിന് തിളങ്ങുന്ന ചന്ദ്രൻ, ഇപ്പൊ സുബഹിയുടെ സമയമാകുമ്പോൾ ഇന്ന് രാവിലെ നാളെ രാവിലെ ഉദിക്കാൻ പോകുന്ന ചന്ദ്രൻ ഇൻഷാ അല്ലാഹ്, ആ ചന്ദ്രനെ അങ്ങ് പിളർത്തി നിർത്തി അല്ലാഹുവിൻ്റെ റസൂൽ. 2 പിളർപ്പും മാറി അങ്ങ് നിന്നുവെന്ന് സഹീഹ് ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നു. പിന്നെ റസൂൽ അങ്ങ് പറഞ്ഞപ്പോഴേക്ക് 2 പിളർപ്പും പോയി കൂടി പൂർണ്ണചന്ദ്രൻ പൂർവ്വരൂപത്തിൽ നിൽക്കുകയാണ്. കോഴിക്കോട് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ചക്രവർത്തി രാത്രി സമയത്ത് കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി കാറ്റുകൊണ്ട് ഉലാത്തുമ്പോൾ അബൂ ഖുബൈസ് മലക്ക് മീതെ കണ്ട ആ ചന്ദ്രന്റെ പിളർപ്പ് കൊടുങ്ങല്ലൂരിൽ നിന്നുകൊണ്ട് ചേരമാൻ പെരുമാൾ കാണുകയാണ്. പെരുമാൾ തീരുമാനിക്കുന്നു ഇതെന്നറിയാൻ. പെരുമാൾ പുറപ്പെടുന്നു മക്കയിലേക്ക്. പെരുമാൾ അങ്ങ് കടന്നു ചെല്ലുന്നു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് ചെല്ലുന്നു. അതാ ചരിത്രരേഖയിൽ പറയുന്നു, അബൂ ഖുബൈസ് മലക്ക് മീതെ കണ്ട ചന്ദ്രന്റെ പിളർപ്പ് കണ്ട ചേരമാൻ പെരുമാൾ അവിടെ എത്തിക്കൊണ്ട് കേരളത്തിന്റെ പ്രതിനിധി പ്രഖ്യാപിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മാലിക് ദിനാറിന്റെ വരവിന്റെ മുമ്പ് ചേരമാൻ അവിടെ എത്തിക്കൊണ്ട് ചന്ദ്രന്റെ പിളർപ്പ് കൊണ്ട് ഈ ദീനിന്റെ അനുയായിയായി മാറി. മേറാജിന്റെ രാവുമ്മ ചന്ദ്രൻ തന്നെ കണ്ടതാണ്.
മിറാജിന്റെ രാവിൽ കയറിപ്പോയി എത്താവുന്ന മേഖലകളിലെത്തി. എല്ലാം എത്തി ബൈത്തുൽ മുഖദ്ദസിലൊരു നമസ്കാരം. ആദമുണ്ട്, നൂഹുണ്ട്, ഈസയുണ്ട്, മൂസയുണ്ട്. ഏത് നബിക്കാണ് ഈ നബിയുടെ മഹത്വം കിട്ടിയത്? തൗറാത്ത് വാങ്ങാൻ മൂസാ നബി മലമുകളിലേക്ക് കയറി ചെല്ലുകയാണ്. തൂരി സീനാ വത്തീൻ, അത്തിമരത്തെ കൊണ്ട് സത്യം, വസ്സൈത്തൂൻ, ഒലിവ് മരത്തെ കൊണ്ടും സത്യം, വതൂരി സീനീൻ, മൗണ്ട് സീനായ്, സീനാ പർവ്വതത്തെ കൊണ്ടും സത്യം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും ഉത്തമമായ പ്രകൃതിയിലാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചത്. മൂസാ നബി ഇങ്ങനെ തൗറാത്ത് വാങ്ങാൻ പോവുകയാണ്. അല്ലാഹു മൂസായോട് സംസാരിക്കുകയാണ് അലൈഹി സ്വലവാത്ത്. ആ മൂസാ നബി ചെന്ന് കയറി. അല്ലാഹു സംസാരിക്കുന്ന മൂസ ആദ്യത്തെ വർത്താനം എന്താണെന്നറിയാം? മൂസാ നബിയോട് ഖുർആൻ പറയാണ്, ഫഖലഅനാ അലൈക്, രണ്ട് ചെരുപ്പും നീക്കുക മൂസ. അള്ളാഹിനോട് വർത്താനം പറയുമ്പോൾ മൂസാ നബിന്റെ കാലുമ ചെരുപ്പ് പാടില്ല. മിറാജിന്റെ രാവിൽ അല്ലാഹുവിന്റെ റസൂല് കയറിപ്പോയി സിദ്റത്തുൽ മുന്തഹ, മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, റസൂലേ ഇനി അങ്ങ് പോകണം, ഇനി അങ്ങ് ഒറ്റക്ക് പോകണം. ജിബ്രീലേ, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ലേ? അംബിയാ മുർസലീങ്ങളുടെ ചക്രവർത്തി, ഷഫീഉൽ മുദ്നിബീൻ, സയ്യിദുൽ മുർസലീൻ, സിറാജുൽ ആശിഖീൻ, മുറാദുൽ മുഷ്താഖീൻ, ഐനുൽ ആരിഫീൻ, മൗലൽ ഹറമൈനി, നബിയുൽ സഖലൈനി, സയ്യിദുൽ കൗനൈനി, ഇമാമുൽ ഹറമൈനി, ഇമാമുൽ ഖിബ്ലതൈൻ, നബിയുനാ വസയ്യിദുനാ വസനദുനാ വഇമാമുനാ വഹബീബുനാ വമഹബൂബുനാ ഇമാമുൽ അംബിയാ ഖാതിമുൽ അംബിയാ സയ്യിദുൽ അംബിയാ ഹബീബുൽ അംബിയാ സയ്യിദുൽ അംബിയാ വഇമാമുൽ അംബിയാ വമൗലൽ അംബിയാ ഹബീബുനാ വശഫീഉനാ വമഹബൂബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഈ റമദാനിന്റെ ഈ പുണ്യമാക്കപ്പെട്ട രാവ് ഹബീബിന്റെ മദ്ഹ് കൊണ്ട് നിറക്കപ്പെട്ട രാവാകട്ടെ. പറയേണ്ട മദ്ഹ് ഹബീബിന്റെ മദ്ഹാണ്. വേറെ ആരെ പറ്റി പറയാൻ, വേറെ ആരെ പറ്റി പാടാൻ? റൗളാ ശരീഫിൽ മുത്തുമണി കിടക്കുമ്പോൾ ഈ പാറപ്പുറത്ത് നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത് മലക്കുകൾ അങ്ങനെ കൊണ്ടുവന്നെത്തിക്കുകയാണ്. റസൂല് പറയുന്നു, നിങ്ങൾ എവിടെ നിന്ന് എനിക്ക് സ്വലാത്ത് ചൊല്ലിയാലും അള്ളാഹു എൻ്റെ അടുക്കലത് കൊണ്ടുവന്നെത്തിച്ചു തരും. ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്കതിന് മടക്കം സ്വലാത്ത് ചൊല്ലും. സലാമാണ് ചൊല്ലിയതെങ്കിൽ അവിടെ വെച്ച് ഞാൻ നിങ്ങൾക്ക് സലാം മടക്കും. ഹബീബിന് വേണ്ടി ഈ പുണ്യമാക്കപ്പെട്ട രാവിൽ നാം ചൊല്ലുന്ന സ്വലാത്ത് റൗദയിലേക്ക് പ്രവഹിക്കുകയാണ്. ഹബീബദാ മിഅ്റാജിന്റെ രാവിൽ ചെന്നുകൊണ്ട് ചോദിക്കുന്നു, ജിബ്രീലേ, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ലയോ? ജിബ്രീൽ പറയുന്നു, ഇനിയുള്ള ദിക്കിലേക്ക് വരാൻ എനിക്ക് അനുവാദമില്ല, ഒരു കാലടി പോലും എടുത്തു വെക്കാൻ ജിബ്രീലിന് അനുവാദമില്ല. നിങ്ങൾ പോകണം, ഒറ്റക്ക് പോകണം. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണണം. നിങ്ങളുടെ റബ്ബ് നിങ്ങളെ കാത്തിരിക്കുന്നു. സാഹിബ ഖാബ ഖൗസൈൻ, നബി അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്. ചെരുപ്പ് ധരിച്ച പ്രവാചകൻ അല്ലാഹുവോട് സംസാരിക്കുന്നു. മൂസാ നബിക്ക് അള്ളാഹിനോട് വർത്താനം പറഞ്ഞ ഈ ഖുർആൻ പറയാണ്, ഫഖലഅനാ അലൈക്, രണ്ട് ചെരുപ്പും എടുത്ത് നീക്കുക മൂസ. എന്നോട് സംസാരിക്കുമ്പോൾ മൂസാ നബിയുടെ പാദരക്ഷകളോ, മൂസാ നിന്റെ കാലിൽ ചെരുപ്പോ? സംസാരിക്കുന്നത് എന്നോടാണ്, ചെരുപ്പ് നീക്കുക. പക്ഷേ ഇതെന്റെ ഹബീബാണ്, ഹബീബിന്റെ കാലിൽ ചെരുപ്പുകൾ കിടക്കട്ടെ. ഇതിനെക്കുറിച്ച് ഓർത്തിട്ടൊരു ഹബീബ്, റസൂലുള്ളാഹിനെ സ്നേഹിച്ചു പോയ ഒരു ആശിഖ് പാടുകയാണ്, അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദി അലത് ജമീഉൽ ഖൽഖി തഹത ളിലാലിഹാ അലത്തു ലദത്തൂറി മൂസാ നൂദിയ ഇഖ്ലഅ വഅഹ്മദു അലൽ ഖുർബി ലം യുമർ ബി ഖൽഇനി ആലിഹി. തൂരി സീനാ മലയിലെത്തിയപ്പോൾ മൂസയെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇഖ്ലഅ, ചെരുപ്പ് നീക്കുക. അലൽ ഖുർബി, അടുപ്പത്തിലെത്തിയപ്പോഴും അള്ളാന്റെ റസൂലിനോട് ചെരുപ്പ് നീക്കാൻ പറഞ്ഞില്ല. അതുകൊണ്ടത് സാധാരണ ചെരുപ്പല്ല. അലാ റഅസി ഹാദൽ കൗനി, അത് ഈ പ്രപഞ്ചത്തിന്റെ തലമേൽ വെക്കേണ്ട ചെരുപ്പാണ്. അലാ റഅസി ഹാദൽ കൗൻ, അത് ഈ പ്രപഞ്ചത്തിന്റെ അണ്ടകടാഹത്തിന്റെ ശിരസിൽ കൊണ്ടുപോയി അണിയിച്ചു വെക്കേണ്ട ചെരുപ്പാണ്. അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദി, മുഹമ്മദിന്റെ ചെരുപ്പ് ഈ അണ്ടകടാഹത്തിന്റെ തലയിൽ കൊണ്ടുപോയി വെക്കേണ്ട
വെക്കേണ്ട ചെരുപ്പാണ്. അലത്ത് ജമീഉൽ ഖൽഖി തഹ്ത ളിലാലിഹാ, അതിൻ്റെ തണലിൽ മുഴുവൻ സൃഷ്ടികളും പോയി ഉയർന്നു നിൽക്കുകയാണ്. ആ ചെരുപ്പിൻ്റെ തണലിലാണ് മിറാജിൻ്റെ രാവിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുമായി സംഭാഷണം നടത്തിക്കൊണ്ടുവന്നു. സമ്മാന പൊതിയുമായി വന്നു, 5 വക്ത് നമസ്കാരവുമായി വന്നു. പെട്ടി നമ്മുടെ കയ്യിലേൽപ്പിച്ചു, അമാനത്ത് നമ്മുടെ കയ്യിലേൽപ്പിച്ചു. പക്ഷേ മുസൽമാന് സമയമില്ല. അവൻ ഹബീബിനെ മറന്നുപോയി. അവന് കള്ള് ഷാപ്പിലേക്ക് ഓടണം, അവന് വിദേശ മദ്യം കഴിക്കണം, അവന് സഞ്ചിയുമായി കൊണ്ടുപോയി സ്വകാര്യമായി കുപ്പി കൊണ്ടുവരണം, അവന് പോയി റൂം എടുക്കണം, അവന് പോയി മതിക്കണം, അവന് പോയി രമിക്കണം, അവന് പോയി രസിക്കണം. പക്ഷേ സഹോദര, ഒരു ദിവസമില്ലേ യാത്ര പറയാൻ പോകുന്ന ദിവസം, ആഖിറത്തിന്റെ ദിവസം. അള്ളാഹുവിനെ ഭയപ്പെടുകയാണെങ്കിൽ അതെത്ര നല്ല കാര്യമാണ്. 3 കണ്ണുകളെ നരകം ബാധിക്കുകയില്ലെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. 3 കണ്ണുകളെ നരകം ബാധിക്കുകയില്ല. 1 അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണാണ്. 2 രാത്രി ഉളക്കമിറച്ചിരുന്ന് നമസ്കരിച്ചവന്റെ കണ്ണാണ്. 3 ഹറാമിയത്തിലേക്ക് നോക്കാത്ത കണ്ണാണ്. 3 കണ്ണുകളെ നരകം ബാധിക്കൂല. ആ 3 കണ്ണിന്റെ കോലം എന്തെന്നറിയുമോ? ഒരു കുട്ടി ഒരു ദിവസം ഇരുന്ന് പൊട്ടിക്കരയുന്നത് കണ്ടു ഒരാള്. പോയി ചോദിച്ചു, എന്തിനാ മോനെ നീ കരയുന്നത്? കുട്ടി പറഞ്ഞു, നരകത്തിൽ വിറകാണ് മനുഷ്യനെന്ന് പറയുന്നു, നരകത്തിലെ വിറക് മനുഷ്യനാണെന്ന് പറയുന്നു. വലിയ വിറകിൻ്റെ കൊള്ളി വെച്ച് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇടക്കിടക്ക് ചെറിയ കൊള്ളി വെക്കേണ്ടി വരില്ലേ? ചെറിയ കുട്ടികളായ ഞങ്ങളാകില്ലേ? ഞാനെന്ന കൊച്ചു കൊള്ളി വലിയ കൊള്ളികൾക്കിടയിൽ തിരികെ വെക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ പൊട്ടിക്കരയുകയാണെന്ന് പറഞ്ഞ ഒരു ഓമന മകൻ്റെ ഖൗഫ്. ആ ഖൗഫാണ് ഔലിയാക്കൾക്കുണ്ടായിരുന്നത്. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന വലിയ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതും പരിമ്പടം പുതച്ചതും അതുകൊണ്ടാണ്. ബൽഖയിലെ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹ് 18 രാജ്യം വിട്ടവർ കരിമ്പടം പുതച്ചിടുന്നേ. കരിമ്പടം പുതക്കുകയാണ്. കരിമ്പടം പുതച്ച ചക്രവർത്തിയായി ബൽഖയിലെ ഇബ്രാഹിം ഇബ്നു അദ്ഹം. ഒരു ദിവസം വേട്ടക്ക് പോയിട്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം ഇങ്ങനെ തിരിച്ചു വന്നിരിക്കുകയാണ്. പെട്ടെന്നുണ്ട് മണിയറയിലേക്ക് കടന്നു നോക്കുമ്പോൾ മനോഹരമായ പട്ടിമെത്തയിൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം രാജാവ്, ചക്രവർത്തി കിടക്കേണ്ട പട്ടിമെത്തയിൽ വേലക്കാരി പെണ്ണ് കിടന്നുറങ്ങുകയാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന ചക്രവർത്തി ഞെട്ടിത്തെറിച്ചു പോയി, കോപം കൊണ്ട് ഗർജിച്ചു പോയി. അദ്ദേഹം ചോദിച്ചു, എണീക്കടി, ആര് പറഞ്ഞു എൻ്റെ പട്ടിമെത്തയിൽ ഉറങ്ങാൻ? കരണക്കുറ്റിക്ക് ഒരു ഒറ്റ അടി അങ്ങോട്ട് കൊടുത്തു. ആ പെണ്ണൊരൊറ്റ ചിരി. ഇബ്രാഹിമിന് അത് അത്ഭുതപ്പെട്ടു. കർണക്കുറ്റി കടിച്ചിട്ട് നീ ചിരിക്കുകയോ? എന്താ നീ എന്നോട് ചിരിക്കാൻ? പെണ്ണ് പറഞ്ഞു, ഒരു ഏതാനും നിമിഷം ഈ മെത്തയിൽ കിടന്ന എനിക്ക് ഒരടിയാണ് കിട്ടിയതെങ്കിൽ എല്ലാ രാവും പകലും ഇതിൽ കിടക്കുന്ന നിങ്ങൾക്ക് നാളെ എത്ര അടി കിട്ടുമെന്ന് ആലോചിച്ച് ചിരിച്ചതാണ്. മരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേലക്കാരി പെണ്ണിൻ്റെ വേദാന്തം കേട്ടുകൊണ്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം താടിക്ക് കൈവച്ചിരുന്നു പോയി. പെണ്ണേ, നീ എന്തൊരു ബുദ്ധിയാണ് എന്നെ ഉപദേശിച്ചത്. അവിടെ നിന്നതാ ബൽഖയിലെ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹ് 18 രാജ്യം വിട്ടവർ. 18 രാജ്യം വിട്ടുകളയുകയാണ്. എനിക്ക് വേണ്ട ഭരണം, വേണ്ട സിംഹാസനം, വേണ്ട ചെങ്കോല്, വേണ്ട മണിമെത്ത, വേണ്ട മണിയറ, വേണ്ട ഖജനാവ്, വേണ്ട രാജ്ഞിമാര്, വേണ്ട തരുണീമണികൾ, വേണ്ട വെഞ്ചാമരം വീശണ്ട തോഴിമാര്, വേണ്ട തോഴന്മാര്, വേണ്ട അംഗരക്ഷകന്മാര്, വേണ്ട പട്ടാളക്കാര്, വേണ്ട സൈന്യബലം, വേണ്ട സംഖ്യാബലം, വേണ്ട സമ്പദ് ബലം, വേണ്ട. എന്ത് മതി? കരിമ്പടം പുതച്ചിടുന്നേ. സൂഫിയായി കരിമ്പടം പുതച്ചു, കാട്ടിലേക്ക് യാത്രയായി. അല്ലാഹുവിനെ ഓർത്തു. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അങ്ങനെ എത്രയെത്ര ഔലിയാക്കൾ. വലിയന്റെ കണ്ണതുകൊണ്ടാണ്, ഖൗഫ് കൊണ്ടത് കണ്ണായി തീർന്നു. മഹാനായ സയ്യിദി വ ഇമാമി الإمام الرباني القطب الصمداني الشيخ السبحاني العارف الرحماني مجمع الأسرار والمعاني منبع الأسرار النوراني شيخنا شيخ الإسلام والمسلمين إمامنا إمام العارفين والمحققين شيخنا وسيدنا وسندنا وغوثنا ومددنا الشيخ أحمد الفاروقي الحنفي
അൻ-നഖ്ശബന്ദി സർഹിന്ദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഹിജ്റ 2-ാം മുജദ്ദിദായി നിയോഗിച്ച ഹസ്രത്ത് മുജദ്ദിദ് അൽ-ഫതാനി ഏതൊരു മഹാനുഭാവന്റെ നാമധേയത്തിലാണോ എൻ്റെ സഹോദരങ്ങൾ സഹായിച്ച ഈ സഹായധനത്തിന്റെ സദഖ ചെന്നിട്ട് ഏതൊരു മസ്ജിദിൽ ചെന്നുവോ ആ മസ്ജിദിന്റെ പേരുകൊണ്ട് അലങ്കരിക്കപ്പെട്ട മുജദ്ദിദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ജഹാംഗീർ പഠിപ്പിക്കുകയാണ്, എൻ്റെ മുമ്പിൽ വരുന്നവർക്ക് സുജൂദ് ചെയ്യണം. അക്ബറാണ് ആചാരം ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്നത്. ആര് വരുന്നവരും എൻ്റെ മുമ്പിൽ സുജൂദിൽ വീഴണം, സജദേ തഅസീമിൽ വീഴണം. ജഹാംഗീറും അത് നടപ്പിലാക്കി. മുജദ്ദിദ് പ്രഖ്യാപിച്ചു, ഞാൻ സുജൂദിൽ ചെയ്യൂല. ഭരണാധികാരികൾ തെറ്റും തോന്നിയാസവും ചെയ്യുമ്പോൾ ഭരണാധികാരികളെ സോപ്പടിക്കൽ ഇസ്ലാമല്ല. ഒരു അറബ് ഭരണാധികാരി പള്ളിക്കുമ്പിൽ കള്ളുഷാപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ല കാര്യം എന്ന് പോയി പ്രസംഗിച്ചിട്ട് മൂപ്പരെ സോപ്പടിക്കലല്ല ദീനുൽ ഇസ്ലാം, അത് തെറ്റാണ് എന്ന് കയ്യിൻ്റെ വിരല് മുഖത്തേക്ക് ചൂണ്ടിയിട്ട് പറയലാണ്. അതാണ് അള്ളാഹുവിൻ്റെ ദീൻ. അതാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മാതൃക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാണ് ഇമാം അബൂ ഹനീഫയുടെ മാതൃക റളിയല്ലാഹു തആല അൻഹു. ഇമാം അബൂ ഹനീഫയെ വിളിച്ചുകൊണ്ട് അബ്ബാസിയ രാജാവ് പറഞ്ഞു, നിങ്ങളെ ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ ചീഫ് ജസ്റ്റിസ്, മുഖ്യ ഖാദിൽ ഖുലാത്ത് ആക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു ഇമാം അബൂ ഹനീഫ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉൾക്കൊള്ളിട്ടുണ്ട് ഹനഫി മദ്ഹബിന്റെ ഇമാം പറഞ്ഞു, നിന്റെ ഭരണകൂടത്തിന്റെ തെറ്റുകൾ നീ തിരുത്താത്ത കാലത്തോളം നിന്റെ ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഞാൻ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു. ഭരണാധികാരികളോട് മഹാന്മാർ സ്വീകരിച്ച രീതി അതാണ്. ഷാഫി മദ്ഹബിന്റെ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ഭരണകൂടവുമായി മല്ലിട്ടുകൊണ്ടാണ് ജീവിച്ചത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മർവാൻ ചക്രവർത്തിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അദ്ദേഹത്തെ വെല്ലുവിളിച്ചു, സംസാരിച്ചു, ശാസിച്ചു. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അബ്ബാസിയ ഗവൺമെന്റിന്റെ ജയിലിൽ പോയി കിടക്കുകയും ചെയ്തു. ഇവിടെ ഇതാ മുജദ്ദിദിന്റെ ഉദാഹരണം. മുജദ്ദിദിനെ വിളിച്ചുകൊണ്ട് ജഹാംഗീർ പറഞ്ഞു, എൻ്റെ മുമ്പിൽ സുജൂദിൽ വീഴണം. മുജദ്ദിദ് പറഞ്ഞു, എൻ്റെ തല അല്ലാഹുവിൻ്റെ മുമ്പിലല്ലാതെ ആരുടെ മുമ്പിലും ഈ അഹ്മദിന്റെ തല കുനിയൂല. ജഹാംഗീർ പറഞ്ഞു, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണം, പിടിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ചങ്ങലക്കിട്ടിട്ട് മുജദ്ദിദിനെ കൊണ്ടുവന്ന് നിർത്തി, സുജൂദിൽ വീഴടാ. ഉമർ ഫാറൂഖിന്റെ പൗത്രൻ, ഫാറൂഖിയൻ ചോര തന്റെ ശരീരത്തിലൂടെ ഒഴുക്കിയ മുജദ്ദിദ് അൽ ഫതാനി. ഇങ്ങനെ ഒരാൾ എൻ്റെ സമുദായത്തിൽ ജനിക്കുമെന്ന് റസൂൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സയകൂനു ഫീ ഉമ്മതി റജുലുൻ യുഖാലു ലഹു സിലഹ് യദ്ഖുലുൽ ജന്നത ബിശഫാഅതിഹി കദാ വകദാ. ഇങ്ങനെ ഒരാൾ എൻ്റെ സമുദായത്തിൽ ജനിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ ജംഉൽ ജവാമിയിൽ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നു, അങ്ങനെ പ്രവചന പ്രകാരം ജനിച്ച മുജദ്ദിദ് വന്നുകൊണ്ട് ജഹാംഗീറിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ സുജൂദിൽ ചെയ്യൂല, അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ ഞാൻ സുജൂദ് ചെയ്യൂല. നിർബന്ധമാണോ? ജഹാംഗീർ ചോദിച്ചു. സുജൂദ് ചെയ്യൂല നിർബന്ധമാണോ? ഞാൻ സുജൂദ് ചെയ്യൂല, എന്റെ തല ഈ പ്രപഞ്ചത്തെ പടച്ച റബ്ബിന്റെ മുമ്പിലല്ലാതെ ഒരു ഭരണാധികാരിയുടെ മുമ്പിലും കുനിയൂല. ഹസ്രത്ത് മുജദ്ദിദിന്റെ പ്രഖ്യാപനം ഡൽഹി സിംഹാസനത്തെ ഉലച്ചുകൊണ്ട്, ഡൽഹിയുടെ സാമ്രാജ്യത്തിന്റെ കോട്ടകളെ ഉലച്ചുകൊണ്ട്, ഡൽഹിയിലെ മുഴുവൻ ചെങ്കോലുകളെയും വിറപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വലിയ പ്രഖ്യാപിച്ചു, ഞാൻ ശിരസ് കുനിക്കൂല, എങ്കിൽ ജയിലിൽ പോയി കിടക്കണം. 2 കൊല്ലമാണ് മുജദ്ദിദ് അൽ ഫതാനി ഗാളിയോറിലെ ജയിലിൽ കിടന്നത്. ചക്രവർത്തിക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാഞ്ഞിട്ട്. അപ്പൊ രാജാക്കന്മാരെ സോപ്പടിക്കൽ ദീനുൽ ഇസ്ലാം അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ചെയ്യുന്ന തെറ്റ് ചൂണ്ടിക്കാണിക്കലാണ് ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുജദ്ദിദ് അൽ ഫതാനി അതും ഔലിയാക്കളുടെ കാര്യമാണ്. അങ്ങനെ എത്രയെത്ര ഔലിയാക്കൾ ഈ രീതി നമ്മെ പഠിപ്പിച്ചു. എല്ലാം പഠിപ്പിച്ചത് ഈ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ കണ്ണോടുകൂടി നമ്മെ പഠിപ്പിച്ചു. ഖിയാമത്തിലേക്കുള്ള പോക്കും ഈ ഖുർആൻ നമുക്ക് വ്യാഖ്യാനമായി മുന്നറിയിപ്പായി നൽകി. ഖിയാമത്തിലേക്ക് മനുഷ്യൻ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ഖിയാമത്തോടുകൂടി ഇന്നലെ നാം ചർച്ച ചെയ്തിരുന്ന കാലത്തിൻ്റെ വിളിയാളം എന്ന വിഷയത്തിൽ പറഞ്ഞ പോലെ മനുഷ്യന്റെ കാലം അവസാനിക്കുകയാണ്. ഖിയാം, ഭൂമി അതാ പിടിച്ചു കുലുങ്ങുന്ന ദിവസമാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഭൂമി അതിന്റെ കിടുകിടാ കിലുക്കം കിലുക്കുന്ന ദിവസം ഇമാം റബ്ബാനി മക്തൂബാത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, 2 പല്ലുള്ള വാൽ നക്ഷത്രം ഉദിക്കുന്ന കാലമാണ് ഖിയാം. അതെങ്ങനെയാണ് ഖിയാമത്ത് നാള്? 2 പല്ലുള്ള വാൽ നക്ഷത്രം 2 വട്ടം ഉദിച്ചിട്ടുണ്ട്.
ഒന്ന് യഹ്യാ നബിയെ ജനങ്ങൾ കൊന്നപ്പോൾ, ഒരു നബിയെ കൊന്നിട്ടുണ്ട് മനുഷ്യർ, വേറെയും അമ്പിയാക്കളെ കൊന്നിട്ടുണ്ട്. ഒരു നബിയെ മരത്തിന്റെ ചുവട്ടിൽ നിർത്തിക്കൊണ്ട് ഈർച്ചവാള് കൊണ്ട് 2 പാളിയാക്കി ഈർന്നിട്ടുണ്ട് ലോകത്തിലെ ധിക്കാരികൾ. യഹ്യാ നബി കൊല ചെയ്യപ്പെട്ട നബിയാണ്. യഹ്യാ നബിയെ കൊന്ന അന്ന് കിഴക്കൻ ചക്രവാളത്തിൽ 2 പല്ലുള്ള വാൽ നക്ഷത്രം ഉദിച്ചുവെന്ന് സയ്യിദി വ ഇമാമി മുജദ്ദിദൽ ഫതാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇനി ആ വാൽ നക്ഷത്രം പിന്നെ ഒരിക്കലൂടെ ഉദിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ട ദിവസം ഇനി ഒരിക്കലൂടെ ഉദിക്കും. അത് ഇമാം മഹ്ദി വരുന്ന ദിവസമാണ്, ഖിയാമത്തിന്റെ നാളാണ്. സൂറെന്ന കാഹളത്തിലെ ഊത്താണ്. ലോകത്ത് ലക്ഷണങ്ങളൊക്കെ തികഞ്ഞിട്ടുണ്ട് ഖിയാമത്തിന്. എന്ത് ലക്ഷണം ഇനി തികയാൻ ബാക്കി? മുഴത്തിന് മസ്ജിദ് ഉണ്ടാവും, പക്ഷെ തഖ്വ ഉണ്ടാവില്ല. ഖുർആന്റെ അക്ഷരം ബാക്കി ഉണ്ടാവും, അതിന്റെ സ്പിരിറ്റ് ഉണ്ടാവില്ല. അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കും പറഞ്ഞു. ലോകത്ത് മാറ്റങ്ങളുണ്ടാവും. നാണം എന്ന സംഗതി ലോകത്തിൽ നിന്ന് മറയും. നാണെന്ന് ലോകത്തുണ്ടോ? അങ്ങാടി കൂടി വാപ്പിയും മോളും ഉമ്മയും മോനും പോകുമ്പോൾ കാണുന്ന ചിത്രം എന്താ? റോഡിന്റെ അങ്ങാടിന്റെ 2 സൈഡിലും തൂങ്ങിക്കിടക്കുന്ന നഗ്ന ചിത്രങ്ങൾ എന്താ? വീടുകളിൽ വരുന്ന പ്രസിദ്ധീകരണങ്ങൾ വരുന്ന ചിത്രം എന്താ? നാണുണ്ടോ? തുണി ഉടുക്കാത്തവരുടെ ചിത്രല്ലേ? നാണം ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചു. അങ്ങനെ ഖിയാമത്തിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു തന്നു. ആ ഖിയാമം വരുമ്പോൾ ഈസാ നബി ഇറങ്ങും, ഇമാം മഹ്ദി വരും, ഭൂമി കിടുകിടാ കിലുങ്ങുന്ന ദിവസമാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, എല്ലാം കഴിയും. ഖിയാമത്തോടെ ഇതിനെല്ലാം അന്ത്യമാണ്. പിന്നെ മഹ്ശറയിലെ ഒരുമിച്ച് കൂട്ടലാണ്. മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ എവിടെ തിളങ്ങും. ശഫാഅത്തിന് വേണ്ടി ആളുകൾ ചെന്നണയും. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ വിഷയം ഈ മഹ്ശറയോടെ അവസാനിപ്പിക്കുക. മഹ്ശറയിലെ മഹാസമ്മേളനത്തിൽ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ആളുകൾ ചെന്നുകൊണ്ട് ചോദിക്കും, ശഫാഅത്തിന് നിങ്ങൾ വരുമോ ആദൻ നബിയെ? ആദൻ നബി പറയും, നഫ്സി നഫ്സി നഫ്സിയാ, സ്വർഗത്തിൽ നിന്ന് വിലക്കപ്പെട്ട കനി തിന്നത് കൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ലജ്ജിക്കുന്നവനാണ്. എൻ്റെ കാര്യം തന്നെ ആപത്താണ്. പിന്നെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാനാണ്? ഇബ്രാഹിം നബിയെ നിങ്ങൾ വരുമോ? ഞാൻ എങ്ങനെ വരാനാണ്? മൂസാ നബിയെ നിങ്ങൾ വരുമോ? ഞാൻ എങ്ങനെ വരാനാണ്? നഫ്സി നഫ്സി നഫ്സിയാ. ഈസാ നബി വരുമോ? യാക്കൂബ് നബി വരുമോ? യൂസുഫ് വരുമോ? ഇല്യാസ് വരുമോ? നൂഹ് വരുമോ? അല്യസഅ വരുമോ? ഇസ്ഹാഖ് വരുമോ? ഇസ്മായിൽ വരുമോ? ആരും തയ്യാറല്ല. അപ്പോഴതാ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു വരികയാണ്. എല്ലാ അമ്പിയാക്കളും നഫ്സി നഫ്സി എന്ന് പറയുമ്പോൾ മഹ്ശറയിൽ നിന്നതാ സ്വർണ്ണനാദം മുഴങ്ങുന്നു, സ്വർഗീയ നാദം മുഴങ്ങുന്നു. ഉമ്മത്തിയാ ഉമ്മത്തിയാ ഉമ്മത്തി, എൻ്റെ സമുദായമേ എൻ്റെ സമുദായമേ എൻ്റെ സമുദായമേ. ഏത് സമുദായം? കണ്ണു കുടിക്കുന്നവന്റെ സമുദായമോ? വ്യഭിചരിക്കുന്നവന്റെ സമുദായമോ? റമദാനെ പുച്ഛിക്കുന്നവന്റെ സമുദായമോ? അള്ളാഹുവിനെ നിഷേധിക്കുന്നവന്റെ സമുദായമോ? ചതിക്കുന്നവന്റെ സമുദായമോ? കൊള്ള ചെയ്യുന്നവന്റെ സമുദായമോ? ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവന്റെ സമുദായമോ? ഉമ്മത്തിയ ഉമ്മത്തിയ ഉമ്മത്തി, എൻ്റെ സമുദായമേ. കയ്യിൽ കണക്ക് കിട്ടുന്നു, പുസ്തകം കയ്യിൽ കിട്ടാൻ പോവാണ്, പരീക്ഷയ്ക്ക് വേണ്ടി നിർത്തിയിരിക്കുകയാണ്, ടെസ്റ്റ് നടക്കാൻ പോവാണ്. അള്ളാഹു അതാ 2 ശഫാഅത്തുണ്ട്. ഒന്ന് നരകത്തിന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്കാക്കാൻ, അതാണ് മെയിൻ ശഫാഅത്ത്. വേറൊന്ന് വിചാരണ തുടങ്ങാനൊരു ശഫാഅത്തുണ്ട്. വിചാരണയില്ലാതെ ആളുകളെ നൂറ്റാണ്ടുകളോളം സൂര്യൻ്റെ ചുവട്ടിൽ നിർത്തുമെന്ന് പറയുന്നു. സൂര്യൻ്റെ ചുവട്ടിൽ ചെയ്തു പോയ പാപത്തിൻ്റെ തോതനുസരിച്ച് വിയർപ്പാണ്. നെരിയാണി വരെ വിയർപ്പ്, മുട്ടുംകാല് വരെ വിയർപ്പ്, അര വരെ വിയർപ്പ്, നെഞ്ച് വരെ വിയർപ്പ്, കഴുത്ത് വരെ വിയർപ്പ്. ചില ആളുകൾ വലിയ പാപികൾ വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിപ്പൊന്തുമ്പോൾ സൂര്യൻ തലക്ക് മീതെ ഉദിക്കുമ്പോൾ ഖിയാമത്തിൽ സൂര്യൻ അതിൻ്റെ ചര്യ മാറ്റും. എന്നും കിഴക്ക് ഉദിക്കുന്ന സൂര്യൻ അന്ന് പോയി പടിഞ്ഞാറസ്തമിക്കും. കടലിൻ്റെ വെള്ളം കത്തിജ്വലിക്കും. ഖുർആൻ പറഞ്ഞു കടൽ കത്തൂന്ന്. അന്ന് ചിലർ ചോദിച്ചു, വെള്ളം കത്ത് എന്തോ ഒരു വിഡ്ഢിത്തമാണ് ഇവൻ്റെ മുസായബിലുള്ളത്. ഇന്ന് 20-ാം നൂറ്റാണ്ടിലെ സയൻസ് പറയുന്നു കുറേ കാലം കഴിഞ്ഞാൽ കടൽ കത്തൂന്ന്. സൂര്യൻ ഭൂമിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ ഇന്ന് നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വരവിൻ്റെ വേഗത കൂടിക്കൊണ്ടിരിക്കുന്നു. വന്ന് 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 സൂര്യൻ ഭൂമിയുടെ അടുത്ത് പോയി വന്ന് നിൽക്കുമെന്ന് ശാസ്ത്രമാണ് പറയുന്നത്, സയൻസാണ് പറയുന്നത്. അങ്ങനെ വന്ന് നിന്നാൽ സൂര്യൻ്റെ ചൂട് കൊണ്ട് ഭൂമിയിലുള്ള ജീവജാലങ്ങൾ നശിക്കും. ഭൂമിക്കൊരു അന്ത്യമുണ്ടെന്ന് സയൻസ് സമ്മതിച്ചല്ലോ. അതെൻ്റെ സഹോദരന്മാരെ വിവരം അറിഞ്ഞോ?
ലോകത്തിന് അന്ത്യമില്ല എന്നായിരുന്നു സയൻസ് പറഞ്ഞിരുന്നത്. ഇപ്പൊ സമ്മതിച്ചിരിക്കണോ ഒരന്ത്യമുണ്ട്, വലിയ കാര്യം, ഉപകാരം. ഖിയാമത്ത് എന്നൊരു സംഗതി ഉണ്ട് എന്ന് സമ്മതിച്ചിരിക്കുന്നു. ഖിയാമത്ത് എന്ന ഒരു സംഭവമുണ്ട്, അത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അങ്ങനെ സൂര്യൻ വന്ന് ഭൂമിയിൽ നിൽക്കുമ്പോൾ ജീവജാലങ്ങൾ നശിക്കുമെന്ന് മാത്രമല്ല, സൂര്യന്റെ ചൂടിന്റെ കാഠിന്യം കൊണ്ട് വെള്ളം മുഴുവൻ കത്തിജ്വലിക്കാൻ തുടങ്ങും, കടലിലെ വെള്ളം മുഴുവൻ കത്താൻ തുടങ്ങുമെന്ന് ശാസ്ത്രം ഖുർആൻ പറയുന്നു. വഇദൽ ബിഹാറു സുജ്ജിറത്, കടൽ കത്തുന്ന ദിവസം. വഇദസ് സമാഉ ഇൻശഖത്, ആകാശം പൊട്ടിവിടരുന്ന ദിവസം. മലകൾ ചീറിപ്പൊളിക്കുന്ന ദിവസം, മലകൾ തകരുന്ന ദിവസം. ഗർഭത്തിലുള്ള പെണ്ണ് പെട്ടെന്ന് പ്രസവിച്ചു പോകുന്ന ദിവസം. ബേജാറുകൊണ്ട് ഭയം കൊണ്ട് ആശങ്ക കൊണ്ട് ഗർഭത്തിലുള്ള പെണ്ണ് പെട്ടെന്ന് പോയി. ആ മഹ്ശറയാകട്ടെ അവിടെ ഉപകാരമില്ല. ബാപ്പയെ കാണുമ്പോൾ മകൻ വിചാരിക്കുന്നു, എൻ്റെ ബാപ്പയതാ, ഒന്ന് പോയി ചോദിച്ചു നോക്കാം, ബാപ്പ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? ബാപ്പ പറയുന്നു, ആ ബന്ധമൊക്കെ ദുനിയാവിലാണ്, ഇവിടെ ബന്ധം പറഞ്ഞു വരണ്ട, എൻ്റെ കാര്യം അപകടമാണ്. മോനെ കാണുമ്പോൾ ബാപ്പ ചെല്ലുന്നു, എൻ്റെ മോനാണ്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ, ഞാൻ അവനെ ബുദ്ധിമുട്ടി വളർത്തിയവനാണ്. മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന ചൂടിൽ മകൻ്റെ അടുക്കലേക്ക് ചെന്ന് പറയുന്നു, രക്ഷപ്പെടുത്തണേ മോനെ. മോനെ പറയുന്നു, ബാപ്പയും മോനും ദുന്യാവില്, ഇത് ആഖിറമാണ്, ഇത് മഹ്ശറയാണ്, ഇത് വേറെ നിയമമാണ്. ഭർത്താവിൻ്റെ കൂടെ ഓടുന്ന ഭാര്യ, ഭാര്യയുടെ കോന്തലക്ക് പിടിക്കുന്ന ഭർത്താവ്. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, അന്ന് റബ്ബ് മറക്കാത്തവരെല്ലാം പൂർണ്ണ നഗ്നരായിരിക്കും, തുണി ഉടുക്കാതെയാണ് അള്ളാഹു മറക്കാത്തവരെ അന്ന് മഹ്ശറയിൽ നിർത്തുക. ആയിഷ ബീവി ചോദിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂലേ, ആണും പെണ്ണും അങ്ങുമിങ്ങും നോക്കൂലേ? നഗ്നരായാൽ അങ്ങുമിങ്ങും നോക്കൂലേ? റസൂല് പറയുന്നു, ആയിഷ നീ എന്ത് മനസ്സിലാക്കി ആയിഷ, ആര് നോക്കാനാണ്? ബേജാറ് കൊണ്ട്, വിഷമം കൊണ്ട്, തീ കൊണ്ട്, ചൂട് കൊണ്ട് ബേജാറായി ഒരു മിനിറ്റ് നിക്കക്കള്ളിയില്ലാതെ നെട്ടോട്ടമോടുന്ന മനുഷ്യൻ നഗ്നത കാണുന്ന സമയമാണോ മഹ്ശറയിലെ സമയമെന്ന് ആയിഷ നീ എന്ത് വിചാരിച്ചുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം പറയുകയാണ്. ആ ഹബീബായ നബി മഹ്ശറയിലെ വിചാരണക്ക് തൊട്ട് മുമ്പ് ഗ്രന്ഥം നൽകപ്പെടുന്ന അവസ്ഥയൊന്ന് സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ. നല്ല മനുഷ്യന് വലത്തെ കയ്യിൽ ഗ്രന്ഥം, ഇടത്തെ കയ്യിലൂടെ പെരടിയുടെ പിന്നിലൂടെ വേറെ ഒരുത്തന് ഗ്രന്ഥം കയ്യിൽ കിട്ടുകയാണ്. ഗ്രന്ഥം ഇങ്ങനെ മറിച്ചു നോക്കുകയാണ്. മനുഷ്യൻ പറയുകയാണ്, മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാ, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഞാൻ ചെയ്തത് ചെറുതും വലുതും ഒക്കെ ഇതിൽ റെക്കോർഡാക്കിയിട്ടുണ്ടല്ലോ, ഇതെന്തൊരു ഗ്രന്ഥം. ഞാൻ പോയത്, ഞാൻ വന്നത്, ഞാൻ നോക്കിയത്, ഞാൻ കണ്ടത്, ഞാൻ ഒളിഞ്ഞിരുന്ന് ചെയ്തത്, ആ പാപങ്ങൾ റമദാനിൽ നോമ്പ് നോൽക്കാതെ, അതിനു വേണ്ട കാരണമില്ലാതെ, രോഗിക്കോ യാത്രക്കാരനോ മറ്റു ഹേതുവുള്ളവനോ നോമ്പൊഴിവാക്കാനും വീട്ടാനും അള്ളാഹു അവസരം നൽകിയിട്ടുണ്ട്. കാര്യകാരണമില്ലാതെ അത് ഒഴിവാക്കിയത്, പാപം ചെയ്തത് എല്ലാം ഉണ്ടല്ലോ ഈ കിതാബിൽ എന്ന് പറഞ്ഞുകൊണ്ട് അത്ഭുതപ്പെടും. ഒടുക്കം അള്ളാഹിൻ്റെ ഒരു ചോദ്യം, എന്തോ ഒരു ചോദ്യമാണ്, ഏയ് ഞാൻ നിങ്ങളോട് വല്ല അനീതിയും ചെയ്തോ? നരകത്ത് പോണനോട് ചോദ്യമാണ്, ഞാൻ വല്ല അനീതിയും ചെയ്തോ? അല്ലാ നീ ചെയ്തിട്ടില്ല. അതിനാ ഈ ബുക്ക് കയ്യിൽ കൊടുക്കണത്. വിചാരണ തുടങ്ങുന്നു. വിചാരണ തുടങ്ങിയ പാടെ പിന്നെ അതാ നടക്കുന്നു ആ ഒടുക്കത്തെ ശഫാഅത്ത്. ആയാ ശാഫിഉൽ ഉമം മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി മുഹമ്മദുൻ സീനത്തു ദുനിയാ വ ബഹ്ജതുഹാ മുഹമ്മദുൻ കാശിഫുൽ ഉമ്മാതി വല്ലുലമി മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വൽ അജമി മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. ആ റസൂലിൻ്റെ ശഫാഅത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. السلام عليك يا رسول الله، السلام عليك يا خير خلق الله، السلام عليك يا نبي الله، السلام عليك يا صفي الله، السلام عليك يا رحمة للعالمين. صلى الله على محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. എൻ്റെ കൂടെ ചൊല്ലാൻ മതി സഹോദരന്മാരെ. اللهم ارحمني يا أرحم الراحمين. 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 اللهم اغفر ذنوبني يا غافر المذنبين. اللهم اغفر ذنوبني يا غافر المذنبين. اللهم اغفر ذنوبني يا غافر المذنبين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة رب العالمين. اللهم اعتقنا ووالدينا من النار وادخلنا وادخلهم الجنة واعذنا واعذهم من النار يا رب العالمين. السلام عليكم ورحمة الله وآخر دعوانا الحمد لله رب العالمين. എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് വീണ്ടും അനുസ്മരിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും.